മെസ്സി വന്നിട്ടില്ല, ഉള്ള പൈസയിൽ സർക്കാർ ബുക്കിംഗ് ചെയ്യും. റൊണാൾഡോ, ക്രിസ്ത്യാനോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഓരോ പേരിലാണ് ഇപ്പോൾ കേരളത്തിൽ എന്താവുന്നത് അഴിമതി കേസ്, അഴിമതി ഫുള്ള് ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. അത് അഴിമതിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവരണം. അത് നടന്നിട്ടുണ്ടെങ്കിൽ മെസ്സി വരാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതാക്കാണ്. കാരണം നമ്മളെ പറ്റിച്ചും കൊണ്ടിരിക്കാണ്. നല്ല സർക്കാരല്ല, അഴിമതിയൊക്കെ പിടിക്കുന്നുണ്ട്. നമസ്കാരം. ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി. എന്നാൽ ലയണൽ മെസ്സിയുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടന്നതോ ലോകത്തുള്ള മുഴുവൻ മലയാളികൾക്കും ലജ്ജിച്ച് തലതാഴ്ത്താൻ പാകത്തിനുള്ള തട്ടിപ്പാണ് എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കായിക വകുപ്പ് സെക്രട്ടറിയുടേതായി പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പറയുന്നത് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാനെന്ന പേരിൽ വലിയ അളവിലുള്ള സാമ്പത്തിക ക്രമക്കേടും അതുപോലെ തന്നെ ചട്ടലംഘനങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇഡി അടക്കം അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. എന്തൊക്കെയായാലും മലയാളികൾക്കാകെ നാണക്കേടായ ഈ ഒരു വിഷയത്തിൽ എന്താണ് ഫുട്ബോൾ പ്രേമികൾക്ക് പറയാനുള്ളത്? നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. കഴിഞ്ഞ കൊല്ലം മെസ്സി വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അല്ല അറിയില്ല? അത് മെസ്സി വന്നിട്ടില്ല. മെസ്സി വന്നിട്ടില്ല, ഉള്ള പൈസയിൽ സർക്കാർ ബുക്കിംഗ് ചെയ്യും. സർക്കാർ ബുക്കുകയും ചെയ്യും. അത് വല്ലാത്തൊരു തട്ടിപ്പല്ലേ? തട്ടിപ്പന്നെ. പറ്റിപ്പോൾ യാതൊരു ഇതില്ലല്ലോ ഇപ്പോൾ. അതിനൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പറയുന്നൊക്കെ സർക്കാർ കോടികൾ എത്ര കോടികളെല്ലാം മുക്കിന്നല്ലോ അത് വരുന്നൊക്കെ പറയാണ്ട് വന്നിട്ടുമില്ല. ആളുകളെ പറ്റിച്ചും ചെയ്ത് പറഞ്ഞ് പറ്റിച്ചാണ്ട് പോയി. നമ്മള് കോഴിക്കോടുകാരെ സംബന്ധിച്ചോളം ഫുട്ബോളിന് ഭയങ്കര ആവശ്യമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് കോരി മേഖലൊക്കെ നല്ല ഫുട്ബോളൊക്കെ പ്രതീക്ഷയിലായിരുന്നു. എല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എല്ലാരും പിടിക്കണല്ലോ. അങ്ങനെ അഴിമതി അടുത്തവരൊക്കെ പിടിച്ചിട്ട് അതിനുവേണ്ടി നടപടി എടുക്കണ്ടേ? നടത്തണം. പുതിയ സർക്കാർ വന്നിട്ട് നടപടി എടുക്കണതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. ഇതിന്റെ സ്പോൺസർമാരെന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലുകാരാണ്. ഓരൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. മൊത്തമായിട്ട് എല്ലാ കള്ളന്മാരി പിടിച്ചിട്ട് അതിനുവേണ്ടി നടപടി എടുക്കും. പറ്റിക്കാൻ പാടില്ല. പക്ഷെ മെസ്സിനെ പോലത്തെ ഒരു പ്ലെയർ, അതേപോലത്തെ റൊണാൾഡോ, അങ്ങനത്തെ ആളുകളൊക്കെ നമ്മളെ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ ഒരിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇത്തിരി ആളുകളെ വളരെ ദയനീയമായി പറ്റിച്ചു തന്നെ പറയാം. എല്ലാവരും ആകാംക്ഷയോടെ പറഞ്ഞു പറ്റിച്ച് എല്ലാവരും ആകാംക്ഷയോടെ കാത്താണ് മെസ്സി 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ടല്ലോ. അങ്ങനത്തെ ഒരു വ്യക്തിനെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ഒരുപാട് ആൾക്ക് നല്ല നിരാശ ഉണ്ടായിരുന്നു. കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച ആ ഒരു കാര്യത്തിൽ മെസ്സി, റൊണാൾഡോ ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഇവിടെ വരാന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഒരു റൊണാൾഡിഞ്ഞോ വന്നിട്ട് തന്നെ നമ്മൾ കണ്ടതോ കോഴിക്കോടിൻ്റെ അവസ്ഥ ശരിക്കും കാണാൻ പോലും പറ്റിയിട്ടില്ല, കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മെസ്സിയെ കൊണ്ടുവരാന്ന് പറഞ്ഞു പറ്റിച്ചതിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കുറച്ച് ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾ, അതിനോട് ഇഷ്ടമുള്ള ആളുകളാണ്. അത് ഇന്ന ഫാനൊന്നുമില്ല, കളിക്കുന്ന ആരാണോ ഓരോ കൂടെ കൂടുന്ന ആളുകളാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, മെസ്സിയെ പോലെ ലോക നിലവാരത്തിലുള്ള പ്ലെയറെ പേര് കേരളത്തിൽ ഇങ്ങനെ ഒരു ഇത്തരം അഴിമതിയിലേക്ക് ആയിട്ട് വരുമ്പോൾ അത് ഭയങ്കര വിഷമം ഉണ്ടാകും. അത് ഉണ്ടാക്കുന്ന പ്രശ്നം തന്നെ. കാരണം അത്രയും നല്ലൊരു വ്യക്തികളാണ്. ഫുട്ബോൾ അല്ലാതെ പേഴ്സണലായിട്ട് നല്ലൊരു വ്യക്തികളാണ് റൊണാൾഡോ, ക്രിസ്ത്യാനോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഓരോ പേരിലാണ് ഇപ്പോൾ കേരളത്തിൽ എന്താവുന്നത് അഴിമതി കേസ്, അഴിമതി ഫുള്ള് ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. അതിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത്രയും നല്ലൊരു പ്ലെയർ പേരിലാണ് ഈ സാധനം വരുന്നത്. ഒരു കൂടി അറിയില്ല എന്താ സംഭവം, അവരും കൂടി അറിയില്ല. തീർച്ചയായിട്ടും കൊണ്ടുവരുന്നുണ്ട്. അഴിമതി നടന്നിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരുന്ന കാണും. തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ നടന്ന വലിയ മോശം തന്നെ. ബാക്കിക്കും വലിയ മോശമാണ്, ഭരണത്തിന് മോശം. അതെ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് നടന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന തട്ടിപ്പാണ്. ഈ പ്രാവശ്യം ഇവര് കൊണ്ടുവരണം, ഈ ഗവൺമെന്റ് കൊണ്ടുവരണം, കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കാം. ശരി. മെസ്സി വരുമെന്ന് വിചാരിച്ചിരുന്നു? വരും വിചാരിച്ചിരിക്കണം. മെസ്സിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആഗ്രഹമുണ്ട് കാണാൻ. പറഞ്ഞു പറ്റിച്ചല്ലേ? അത് പറഞ്ഞു പറ്റിച്ചല്ല. അത് വലിയ അഴിമതി നടന്നിട്ടാണ് പറയുന്നത്.
പുറത്തു കൊണ്ടുവരാൻ അഴിമതിക്കാർ അത് അഴിമതിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മള് തെറ്റ് പറയാ, നമ്മൾ ആരും പേരിലും കുറ്റം പറയാൻ തയ്യാറല്ല. അത് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, നടന്നിട്ടുണ്ടെങ്കിൽ എന്താക്കണോ ഓരോ പുറത്തു കൊണ്ടുവരണം. പുറത്തിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. കേട്ടിട്ടുണ്ട്. പക്ഷെ മെസ്സി വന്നിട്ടില്ല. മെസ്സി വരാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതാക്കാണ്. കാരണം നമ്മളെ പറ്റിച്ചും കൊണ്ടിരിക്കാണ്. അതിന്റെ പേരിൽ കോടിക്കണക്കിന് റുപ്യയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇവിടെ കണ്ടമാന ആളുകൾ അതിന്റെ പേരും പറഞ്ഞാണ്ട് പല ഇത് നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ആ കാര്യം. ഇങ്ങടെ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു കേട്ടു. കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കാണാം. പക്ഷെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇല്ലല്ലോ, അപ്പൊ അതിന്റെ പേരിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ ഉണ്ടല്ലോ, നോക്കട്ടെ സർക്കാർ പിടിക്കും. ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ല സർക്കാരല്ല, അഴിമതിയൊക്കെ പിടിക്കുന്നുണ്ടല്ലോ. പിടിക്കും, എല്ലാരും പുറത്താ, എല്ലാരും അകത്താക്കും. അതാവോ ഇല്ല എന്നുള്ളതല്ല, അഴിമതിക്കാരൊക്കെ പിടിച്ചോട്ടെ. പിടിച്ചോട്ടെ. ഇപ്പൊ മെസ്സി വരും എന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നു. ആ സമയത്ത് സന്തോഷിച്ചിരുന്നു. വന്നിട്ടില്ല. വന്ന് നമ്മളെ പറ്റി പറഞ്ഞു പറ്റിച്ചു. പറഞ്ഞു ആ എന്തൊക്കെയായാലും ഇപ്പം അത് കോടിക്കണക്കിന് റുപ്യന്റെ അഴിമതി അതിനെല്ലാം തട്ടിപ്പാർത്തിയാണ്. തട്ടിപ്പ് അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നത്. തട്ടിപ്പിന് വേണ്ടിയല്ലേ പരിപാടി തുടങ്ങിയത്. ആണ്. അപ്പൊ എന്തൊക്കെയായാലും അത് പുറത്തെല്ലാരും ഇപ്പൊ പുറത്ത് കൊണ്ടുവരണം. പുറത്ത് കൊണ്ടുവരുന്നത് പുതിയ സർക്കാർ അതിനുവേണ്ടി കൊണ്ടുവരും. കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും കൊണ്ടുവരണം. മുൻ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാനാണ് മെസ്സി കേരളത്തിൽ എത്തിക്കുമെന്ന് വലിയ വീരവാദമൊക്കെ മുഴക്കിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടിയുടെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ സ്പോൺസറെ തെരഞ്ഞെടുപ്പിലടക്കം വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ എന്നുള്ളതാണ്. എന്തുതന്നെയായാലും ഫെമ ചട്ടത്തിന്റെ ലംഘനം അടക്കം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ED പരിശോധിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മലയാളികൾക്കാകെ മെസ്സിയുടെ പേര് പറഞ്ഞുകൊണ്ട് വലിയ നാണക്കേടും കളങ്കവുമാണ് ഈ കൂട്ടർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. എന്തുതന്നെയായാലും ഇക്കാര്യത്തിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കുന്നത്.